ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാണാനും കഴിക്കാനും ഒരേപോലെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു ഹസി വ്ളോഗ്സ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഞാനിതിപ്പോൾ ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ ഒരു സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസുള്ള സവോള ഇതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ്. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പീസ് ചിക്കന് മീഡിയം സൈസിൽ 5 പീസ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പൊരിച്ചെടുത്തതാണ്. വേവിച്ചെടുത്താലും പൊരിച്ചെടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ആ പൊരിച്ചെടുത്ത ചിക്കന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 250 കപ്പിൽ ഒരു 1/4 കപ്പോളം ചിക്കൻ പീസസ് ഉണ്ട്. ഇപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിയ സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമ്മുടെ മസാല നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബോൾസാക്കിയതിന് ശേഷം ഷേപ്പിലേക്ക് മാറ്റിയതിന് ശേഷം മുക്കാൻ വേണ്ടിയിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിതിൽ നിന്നിപ്പോൾ ഒരു 3 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 3 എണ്ണത്തിന് ആവശ്യമായിട്ട് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ സേമിയാണ് ഞാൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, ബ്രെഡ് ക്രംസ് അല്ല. അപ്പോൾ ഇതേപോലെ സേമിയ ചെറിയതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. ഏത് ഷേപ്പാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് എടുക്കുന്നുള്ളത്. ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്ന കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം മുട്ടയിലേക്ക് മുക്കിയിട്ട് സേമിയ കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ബ്രെഡ് ക്രംസിന് പകരം സേമിയ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ ബ്രെഡ് ക്രംസ് ആകുമ്പോൾ കുറച്ച് സോഫ്റ്റുള്ള പോലെ തോന്നും നമുക്ക്. ഈ സേമിയ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു കറുകുറാന്നുള്ള ഒരു സൗണ്ട് കേൾക്കാം നമുക്ക് കടിക്കുമ്പോഴത്തേക്ക്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നോമ്പിനൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേപോലെ ഒരു 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതേപോലെ സേമിയയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ ആദ്യം റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുക. എന്നിട്ട് മുട്ടയിൽ മുക്കുക, സേമിയയിൽ മുക്കിയെടുക്കുക. സാധാ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുപ്പത്ത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് ഇട്ടെടുത്തിട്ട് ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറി വരും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. ബ്രെഡ് ക്രംസ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ചിട്ട് കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈം മാത്രം മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കാണാൻ നല്ല രസമുള്ള ഒരു സംഭവമാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മൾ മസാലയൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വ്യത്യാസം എന്ന് പറയാൻ അകത്ത് നല്ല സോഫ്റ്റും നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് നല്ല ക്രിസ്പിയാണ്. നമ്മൾ ബ്രെഡ് ക്രംസിലാകുമ്പോൾ ടോട്ടലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ടേസ്റ്റും കൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.